ഇതാണ് ഹോങ്ഷാങ്ങിയ എന്ന് പറഞ്ഞ മാങ്ങ. അതായത് ഇതിങ്ങനെ റെഡ് കളർ കയറി വരുന്നുണ്ടില്ലേ, ഇങ്ങനെ റെഡ് കളർ കയറി വരും. റെഡ് കളറിൽ വരും. അങ്ങോട്ട് പിടിച്ച് നോക്ക്. ഇതാ അതെ അതെ കാണുന്നുണ്ട്. റെഡ് കളർ കയറി വരും. ഇതിലൊക്കെ റെഡ് കളർ കയറി വരണം. ഉണ്ടാ ഇത് ഇതിമൊക്കെ മാങ്ങ ഉണ്ട്. ഇതൊക്കെ അതിന്റെ മരം തന്നെയാണ്. ഇതൊക്കെ തന്നെ. ഇനി അവിടേക്കൊക്കെ ഉണ്ട്, അപ്പുറത്തേക്കൊക്കെ. ഇതിന് ചെറിയ തൈകളുണ്ടോ? ചെറിയ തൈകളുണ്ട്. എനിക്ക് ഞാൻ എപ്പോഴും അബിയു കായ്ച്ചിക്കണ് കാണിച്ചു തരണം. ഒന്ന് കാണാലോ. ഇതാണ് എപ്പോഴും അബിയു കായ്ച്ചു നിൽക്കുന്നത്. അതും നല്ല വലിയ ജയന്റ് അബിയൂട്ടാ. ഇതും കവറിട്ട് വെച്ചിക്കണ്. ഇനിയിപ്പോ ഇതിന് വേണമെങ്കിൽ പറയും അതെന്തിനാ കവറിട്ടിക്കണ്. അടിപൊളിട്ടാ. ഓ ഇങ്ങനെ വെക്കുന്നോണ്ടാണ് കൈ അതിന്റെ ചോട്ട് വെച്ചാൽ മതി, താങ്ങി പിടിച്ചാണോ? അതുമല്ല അല്ലാവും പറയും. നല്ല ഭംഗിയിൽ കായ്ക്കുന്നില്ല, ചെറിയൊരു ഇതിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ഫുള്ള് കായ ഉണ്ടായിരുന്നു, പൊട്ടിച്ചെടുത്താണ്. അവരിട്ടില്ലെങ്കിൽ ഇത് അപ്പത്തന്നെ അതിന്റെ അവകാശങ്ങളുണ്ടാവും. ഇത് ചെറിയ എത്ര പ്രായം കാണുന്നത്? ഇത് 2.5 വർഷം കഴിഞ്ഞ്. അപ്പൊ ഒരു ചെറിയ പ്ലാൻ കൊണ്ടുവെച്ചാൽ 1 വർഷം കൊണ്ടൊക്കെ പറ്റും അല്ലെ? ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാൻ കൊണ്ടുവെച്ചാൽ മീഡിയം സൈസ് പ്ലാന്റ് വെച്ചാൽ ഒരു 1.5-2 വർഷം കൊണ്ട് കായ്ക്കും. ആ പ്ലാന്റ് എടുത്തില്ലേ? ഉണ്ടല്ലോ, ഇതുപോലെ അബിയുടെ തൈ നമ്മൾ എടുത്തു. ഈ മാവ് ഏതാ? അടിപൊളി മാവ്. ഇത് നല്ല കട കാഴ്ചതാട്ടാ. സൂപ്പർ മാവട്ടാ. നാംഡോക്കുമായി കാഴ്ച മരാണ്. സൂപ്പർ മരങ്ങള്. ഈ ചാമ്പ ഏതാ? ഈ ചാമ്പാണ് ഗ്രീൻ ചാമ്പ. ഗ്രീൻ ചാമ്പ. കെട്ടയച്ചാലേ ശരിക്കും കാണുള്ളൂ. ഇതൊക്കെ കവറിട്ടില്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല, ഇതൊക്കെ പോവും. കിളികളുണ്ടോ? ഇതാണ് മാഷാഅല്ലാഹ്. ഗ്രീൻ ചാമ്പ കേട്ടത്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോവാ. അതിന്റെ ചെറിയ തൈകൾ അതും ഉണ്ട് അല്ലേ? ഉണ്ട്. തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെടുത്ത്. ചാമ്പയിൽ നമ്മൾ എല്ലാ ചാമ്പകളും നമ്മൾ എടുത്തുള്ള ചാമ്പകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ചാമ്പയിൽ ഒരുപാട് ചാമ്പൊക്കെ ഉണ്ട്, പച്ചവെള്ളം പോലെ ഒന്നിനും പറ്റാത്തതുണ്ട്. പക്ഷെ അതിൽ നല്ലത് മാത്രമേ നമ്മൾ മധുരമുള്ളത് മാത്രമേ കൊടുക്കുകയുള്ളൂ.